Hello everyone, I'm Shani Dharmish from Team Learnwise. Learnwise-നെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഫീച്ചറാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്കറിയാം ലേൺവൈസിൽ പലവിധ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ലേണേഴ്സ് എൻറോൾ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ പ്രായം തന്നെ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 70 മുകളിലോ പ്രായത്തിൽപ്പെട്ട ആൾക്കാർ വരെ ലേൺവൈസിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ തന്നെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് വളരെ ഡിഫറെന്റ് ആണ്. അതുപോലെ ചിലരൊക്കെ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും പഠിക്കാനുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ പഠനത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 18 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഡിഗ്രിയിലേക്ക് വന്ന് ജോയിൻ ചെയ്തതാവാം. ബട്ട് ഇവിടെ 60-70 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം പഠനത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ലേണേഴ്സിനൊക്കെ തന്നെ അക്കാദമിക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവർ അവസാനമായിട്ട് പഠിച്ച കാലവും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ഡിഫറെന്റ് ആണ്. ഇതിൽ തന്നെ പൊതുവെ ലേൺവൈസിൽ ജോയിൻ ചെയ്യുന്ന ലേണേഴ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും കോൺഫിഡൻസ് ഇല്ലായ്മയും. നമ്മളൊരു കാര്യം വായിക്കുന്നതിലൂടെ ഇനിയിപ്പോ വായിച്ചാൽ തന്നെ അത് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ തന്നെ കൃത്യമായിട്ട് പരീക്ഷയിലും മറ്റും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലേണേഴ്സിന് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG എന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ, അത് പെർമനന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെമ്പററി ആയിക്കോട്ടെ, ഉപേക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട്. ഇനി ലേൺവൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ലേണേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തി അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കുറച്ചും കൂടി പ്രൊഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ലേൺവൈസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോ വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് എടുത്ത ഒരു ലേണറെ സംബന്ധിച്ച് മെന്ററിന്റെ ഗൈഡൻസോട് കൂടി എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള സജഷൻസ് ലഭിക്കാറുണ്ട്. അതുപോലെ ഓറിയന്റേഷൻ സെഷനിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയതിനെ കുറിച്ചുള്ള സെഷൻസ് ഉണ്ടാവാറുണ്ട്. അല്ലാതെ തന്നെ അഡീഷണൽ സെഷൻസും മെറ്റീരിയൽസും ഒക്കെ തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് തന്നെ അധിക സമയമൊന്നും നമ്മുടെ ദിവസത്തിൽ നിന്നോ നമ്മുടെ ആഴ്ചയിൽ നിന്നോ എടുക്കാതെ ഒരു വർഷം കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ കാര്യമായ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ലേൺവൈസിന്റെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴഞ്ചൊല്ലാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ളത്. അതുപോലെ തന്നെ എഫേർട്ട് എടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈം എടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അല്ലാതെ ചില പരസ്യ വാചകങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഇംഗ്ലീഷ് രക്തത്തിൽ അലിച്ചു ചേർക്കാം, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇംഗ്ലീഷ് കൃത്യമായിട്ട് പഠിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ ഒരുപാട് ആഡുകൾ ഉണ്ട്. അതൊന്നും തന്നെ സത്യമല്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. വളരെ ഡിസിപ്ലിനോടുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഭാഷ വളരെ ഗംഭീരമായ രീതിയിൽ സ്വായത്തമാക്കാൻ സാധിക്കുന്നതും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കരിയറിലാണെങ്കിലും അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തിപ്പെടാനും സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഡിസൈൻ എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണത്. നമ്മൾ ഓരോ ദിവസവും വാട്സപ്പ് വഴി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മെസ്സേജ് അയക്കും. അതിൽ നിങ്ങൾ ദിവസേന പഠിക്കേണ്ട കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ദിവസേന ചെയ്യേണ്ട ഒരു ടാസ്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസത്തിലേക്ക്, അതായത് രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോഴെന്താണ്, പുതിയൊരു ടാസ്കും അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടാവും. കൂടാതെ തന്നെ തലേ ദിവസം നിങ്ങൾ ചെയ്ത ടാസ്കിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ്ലി ആഴ്ചയിലെ 7 ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ടാസ്കുകളും അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാട്സപ്പ് വഴിയുള്ള മെസ്സേജിലൂടെ മാത്രമാണോ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. എന്നാൽ അത് മാത്രമല്ല, ആഴ്ചയിൽ, അതായത് ഓരോ ആഴ്ചയിലും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ട്രെയിനറുടെ സൂം മീറ്റിംഗ് വഴി കണ്ടക്ട് ചെയ്യപ്പെടുന്ന ലൈവ് സെഷൻസും നിങ്ങളുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീക്കിലി ലൈവ് സെഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും അവൈലബിൾ ആയിട്ടുള്ള പഠിക്കാനുള്ള കാര്യങ്ങളും ടാസ്കുകളും ഒക്കെ തന്നെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ആഴ്ചയിലെ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നതും ഡിസ്കസ് ചെയ്യപ്പെടുന്നതും. അപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ഇതിനൊക്കെ ഭാഗമാവുകയും ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുകയും വേണം. അപ്പൊ ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായെന്ന് വിചാരിക്കുക, പേടിക്കേണ്ട കാര്യമില്ല. സൂം മീറ്റിംഗ് വഴിയാണെന്ന് പറഞ്ഞു. അപ്പൊ സൂം മീറ്റിംഗ് വഴി തന്നെ ഇത് ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതിന്റെ ഒരു റെക്കോർഡഡ് വേർഷൻ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ആപ്പ് വഴിയൊക്കെ ലഭ്യമാവുന്നതാണ്. ഇനി പറയാനുള്ളത്, നല്ല ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഉള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത് അധികം ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരില്ല. എന്നാൽ വളരെ ബേസിക് ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സഹായകരമായ ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണിത്. അതുപോലെ തന്നെ കാലങ്ങൾക്കനുസരിച്ച് ഭാവിയിൽ നമ്മൾ പുതിയ ഇന്നോവേഷൻസും ഇന്ററാക്റ്റീവ് മെത്തേഡ്സും
ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസുകളും ഒക്കെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ ഇൻ കൺക്ലൂഷൻ, ഈ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിചയമുള്ള, വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG നേടിയെടുക്കണം എന്ന ആഗ്രഹത്തോടെ നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ലേൺവൈസിന്റെ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.